ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറീനെ ജയിൽ മോചിതയാക്കി. മന്ത്രിസഭയുടെയാണ് തീരുമാനം. ഷെറീന് 14 വർഷം തടവ് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവർ ഗവൺമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. പല സന്ദർഭത്തിലും കൊടുത്തിട്ട് അത് സാങ്ഷനായില്ല. അവർ വയലൻ്റായി. പല ജയിലുകളിൽ അവർ പ്രശ്നമുണ്ടാക്കി. പ്രശ്നക്കാരിയായതുകൊണ്ട് അവസാനം ഇവരെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. കണ്ണൂർ ജയിലിൽ തടവാണ് ഇവർ. ഭാസ്കര കാർണവർ കൊല്ലപ്പെടുന്നത് ചെങ്ങന്നൂർ ഭാസ്കര കാർണവേഴ്സ് വില്ലയിൽ വെച്ചിട്ടാണ്. ഒരു ധനാഢ്യനായിരുന്നു. ഭാസ്കര കാർണവർ മരുമകളായിരുന്നു ഷെറിൻ. ഭർത്താവ് മരിച്ച ശേഷം ഷെറിൻ ഒരു കുട്ടിയുമായിട്ട് ഭാസ്കര കാർണവരുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. അതിനുശേഷം ഭാസ്കര കാർണവരെ നോക്കി ഇവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് ചില ബന്ധങ്ങളുണ്ടായി. അത് കാർണവർ എതിർത്തു. ഇവരെ സ്വത്തിന് അർഹത ഉണ്ടാവില്ല എന്നും അവർ പറഞ്ഞു. ഈ ബന്ധം തുടർന്നാൽ നിനക്കോ നിന്റെ മകനോ എൻ്റെ സ്വത്തിന് അവകാശം ഉണ്ടാവില്ല എന്ന് കാർണവർ പറഞ്ഞു. അത് ഇവർക്ക് വലിയ വൈരാഗ്യമായെന്നാണ് പോലീസ് കേസ്. അവൾക്ക് ഭർത്താവ് മരിച്ച ചില ബന്ധങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ ചില ആൾക്കാരുമായിട്ട് അടുപ്പമായി. അതിൽ 2-3 പേരായിരുന്നു ഇവരുമായിട്ട് കൂടുതൽ അടുപ്പം കാണിച്ചത്. അവരുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് അന്വേഷിച്ചു. അന്ന് ചെങ്ങന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ നാരായണപിള്ളയായിരുന്നു. അദ്ദേഹം കഴിവുറ്റ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. എൻ്റെ ബാച്ച്മേറ്റ് ആണ്. അദ്ദേഹം ചെങ്ങന്നൂരും പാലായിലുമൊക്കെ അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് DYSP ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അന്വേഷണം അറിയാവുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. സ്വന്തമായിട്ട് കേസ് ഡയറി എഴുതുന്ന ആളാണ്. ഏതായാലും അദ്ദേഹം ഈ കേസിൻ്റെ അന്വേഷണം പെട്ടെന്ന് ഏറ്റെടുത്തു. അതിനുശേഷം ഇവരെ പറ്റി അന്വേഷിച്ചു. പ്രതികൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ വീട്ടിൽ കയറാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. ആ രീതിയിൽ ഇതിലൊരു അന്വേഷണം മുന്നേറി. ഭാസ്കര കാർണവരുടെ ശവദാഹമെല്ലാം കഴിഞ്ഞ ശേഷം പോലീസ് ഇവരെ ചോദ്യം ചെയ്തു. നാരായണപിള്ള ചോദ്യം ചെയ്തപ്പം ആ വീട്ടിൽ കയറണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. അത്ര അടവുറ്റ ഒരു കെട്ടിടമായിരുന്നു അത്. ഈസിയായിട്ട് അതിൻ്റെ അകത്ത് കയറാൻ കഴിയില്ല. ആ വിവരത്തിലോട്ട് വന്ന് അവരെ ചോദ്യം ചെയ്തപ്പം അതിനകത്ത് അവൾ വെട്ടിലായി. ഷെറിൻ വെട്ടിലായെന്ന് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളെയൊക്കെ ചോദ്യം ചെയ്യും. 2-3 സുഹൃത്തുക്കൾ ആ വീട്ടിൽ വരുന്നവരുണ്ട്. അതാണ് ഭാസ്കര കാർണവർ എതിർത്തത്. അവരുമായിട്ടുള്ള ബന്ധം നല്ലതല്ല, അവരുമായിട്ട് ചില ആവശ്യത്തെ ബന്ധങ്ങളുണ്ട് എന്ന് കാർണവർ കരുതി. തനിക്ക് ഒരു സ്വത്തും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വിവരം തൻ്റെ സുഹൃത്തുക്കളെ അറിയിച്ചു. അങ്ങനെയാണ് ആ വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്നത്. നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം അവരൊരു ഡിഫൻസ് എടുത്തു. ഷെറിൻ പറഞ്ഞു, വീടിനകത്തുള്ള ആൾക്കാരുടെ സഹായമില്ലാതെ അതിനകത്ത് കയറാൻ വഴിയുണ്ട് എന്നവർ പറഞ്ഞു. അത് പോലീസ് ഏതാണെന്ന് കാണിക്കാൻ പറഞ്ഞു. 2ാം നിലയിൽ ഒരു സ്ലൈഡിങ് വിൻഡോ ഉണ്ട്. തെന്നി മാറുന്ന ഗ്ലാസ് ഇട്ട ഒരു വിൻഡോ. ആ വിൻഡോ തുറന്നാൽ അതിൽ കൂടെ കയറാം. അത് പോലീസ് അംഗീകരിച്ചു. ആ വഴി ഈസി ആയിട്ട് കയറാം, ഒന്നും ബ്രേക്ക് ചെയ്യണ്ട, അത് തള്ളി അങ്ങോട്ട് തുറക്കും. പക്ഷെ 2ാം നിലയിൽ ഇരിക്കുന്ന ആ ഗ്ലാസ് ഇട്ട ജനല് തുറക്കണമെങ്കിൽ വലിയൊരു ഏണി വേണം 2ാം നിലയിൽ കയറാൻ. ഏണിയുടെ സഹായമില്ലാതെ കയറാൻ ഒക്കില്ല. അതിൽ ഷെറിൻ പൊളിഞ്ഞുപോയി. പോലീസിന് മനസ്സിലായി ഇവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന്. അവരുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പരൊക്കെ നോക്കിയപ്പം ഒരാളിൽ നിന്ന് 55 കോൾ വന്നിരിക്കുന്നു ആ മരണപ്പെട്ട ദിവസങ്ങൾക്കടുത്ത്. അത് ബാസിദ് എന്ന് പേരായ
ഇവരുടെ സുഹൃത്തായിരുന്നു. അയാൾ കൂടെ കൂടെ ആ വീട്ടിൽ വരുന്നതാണ്. പലരും അറിയാതെ രഹസ്യമായിട്ട് വന്നു വെക്കൊണ്ടിരുന്നു. ബാസിദിന്റെ സുഹൃത്ത് ഷാനൂർ റഷീദും നിഭിൻ എന്ന ഒരാളും അവിടെ വന്നു വെക്കൊണ്ടിരുന്നു. ഇവർക്ക് 3 പേർക്കും ഇവരുമായിട്ട് ബന്ധമുണ്ട്. എന്തായാലും പോലീസ് ആ രീതിയിലൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഏതായാലും ഷെറിനെ അറസ്റ്റ് ചെയ്തു. ഷെറിന്റെ കാമുകന്മാരായ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഏതായാലും കേസ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അത് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ നാരായണപിള്ളയുടെ കഴിവാണ്. അയാൾ നല്ല ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ്. അതിൻ്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. അത് തന്നെയല്ല, അവിടുന്ന് ആ ബാസിദിന്റെ ഒരു ഫിംഗർ പ്രിന്റ് ആ വീടിൻ്റെ 2ാം നിലയിലോട്ട് കയറുന്നിടത്ത് നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒഴിയാൻ പറ്റിയില്ല. അവരുമായിട്ട് പരിചയമില്ല. വെളിയിലുള്ള ഒരാളുടെ ഫിംഗർ പ്രിന്റ് ഈ 2ാം നിലയിൽ എങ്ങനെ വന്നു? അത് റീസെന്റ് ആയ അടുത്ത കാലത്തുള്ള ഒരു ഫിംഗർ പ്രിന്റാണ്. ഏതായാലും ബാസിദ് കുടുങ്ങി. അതിനോടൊപ്പം തന്നെ ബാസിദിന്റെ സുഹൃത്ത് ഷാൻ റഷീദും നിഫിനും പ്രതിയായി. ഏതായാലും അന്വേഷണം പെട്ടെന്ന് പൂർത്തിയായി. ട്രയൽ നടത്തി എല്ലാവരും ശിക്ഷിച്ചു. അതിനകത്ത് 1ാം പ്രതി ആയിരുന്ന ഷെറിൻ ഏകദേശം 2009 മുതൽ ജയിലിലാണ്. അതിനുശേഷം ഏകദേശം 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. 14 വർഷം കഴിഞ്ഞപ്പോൾ ജീവപര്യന്തം തടവുകാർക്ക് മോചനത്തിനുള്ള അവകാശമായി ആ കെയർ ഓഫിലാണ് അവർ ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുത്തത്. ഏതായാലും ഗവൺമെൻറ് തീരുമാനമെടുത്തു. മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ച് ഇവരെ സ്ത്രീ എന്ന പരിഗണന അതിന് മുൻതൂക്കം കൊടുത്തു. അവർക്കൊരു മകനുണ്ട്. ആ മകൻ ആശ്രയമില്ലാതെ അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് അമ്മയെ വിടുന്നത് ഉചിതം. 14 വർഷത്തെ ശിക്ഷയും നടപ്പാക്കിയിട്ടുണ്ട്. ജീവപര്യന്തം തടവിന് 14 വർഷമായി കഴിഞ്ഞാൽ പരിഗണിക്കാവുന്ന സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷനുണ്ട്. മരണം വരെ അല്ല ആ ജീവപര്യന്തം. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിലും ഇതിനകത്ത് ഇവരന്ന് മുതൽ താൻ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറയുന്നുണ്ട്. കൊന്നത് താനല്ല, പക്ഷെ വാതിൽ തുറന്നു കൊടുത്തു. അത് ഏത് സാഹചര്യത്തിലാണെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ അത് ഷെറിൻ അംഗീകരിക്കുന്നില്ല. ഏതായാലും മന്ത്രിസഭ എടുത്ത തീരുമാനം ഉചിതമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം മകനുണ്ട്. അവർ ഇതിനകത്ത് വഴിപ്പെട്ടുപോയി, അതിൽ വീണു. അവർ ഭാസ്കര കാരണവരെ കൊല്ലാൻ കൂടിയില്ല. എങ്കിലും ആ കോൺസ്പിറസിയിൽ അവർക്ക് പങ്കുണ്ട്. അതിലാണ് അവരെ ശിക്ഷിക്കപ്പെട്ടത്. എന്തായാലും അവർക്ക് വീട്ടിലേക്ക് മടങ്ങാം, മകനോടൊത്ത് ജീവിക്കാം ശിഷ്ടകാലം. ഏതായാലും കോൺട്രവേഴ്സിൽ നേരത്തെ കഴിഞ്ഞ ദിവസം അവർ കൂടെ അവരെ പരോളിൽ വിടുന്നത് അതിനൊരു എതിർപ്പുണ്ടായിരുന്നു. എന്തായാലും പരോളിൽ വിട്ട 14 വർഷം അവരുടെ ജീവപര്യന്തം തടവ് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അതിന് മുമ്പ് അവരെ പരോളിൽ വിട്ടിട്ടുണ്ട്. അതിനുശേഷം കൂടെ അവരെ പരോളിന് പല വീട്ടുകാര്യങ്ങളിലും പറഞ്ഞ് പരോൾ വാങ്ങാൻ തുടങ്ങി. കാരണം അവർ എലിജിബിലിറ്റി വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പോലീസ് ഒരു ജയിൽ അധികൃതരും അവരെ ജയിലിൽ നിന്ന് വിടുന്നതിൽ തടസ്സമില്ല എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മന്ത്രിസഭ അനുകൂലമായ തീരുമാനമെടുത്തു. അവർ ജയിൽ മോചിതയായി.